പ്രിയപ്പെട്ട ആലപ്പുഴക്കാരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം മൈ ജി ഫ്യൂച്ചർ അടിച്ചു കേറി വാ, co-branded by KSFE Harmony Chittigal. Special partner ISST, require a job, acquire a skill, and happy peanut butter. അപ്പോൾ ആലപ്പുഴയുടെ മണ്ണിൽ ഇന്ന് ഞങ്ങൾ അടുത്ത ലെവൽ മത്സരങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഓടിപ്പോയി ഇന്നലത്തെ ഹൈലൈറ്റ്സ് കണ്ടിട്ട് തിരിച്ചോ. ഇവിടുന്ന് കിട്ടുന്ന എന്താണോ അതിന് ഏറ്റവും അർഹതയായ ഒരു വ്യക്തിക്ക് വേണ്ടി അത് കൊടുക്കണോ തന്നെയാണ് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമുള്ളത്. അശ്വിനി ജൈത്രയാത്ര തുടരുന്നു. 30,000 വില മതിക്കുന്ന ഒന്നുമില്ല, കുറച്ച് വായു മാത്രം. അശ്വിനിക്ക് ലഭിക്കുന്ന 30,000. ആലപ്പുഴ നമ്മള് പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്, പുതിയൊരു ലെവൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ അടുത്ത ലെവലിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ വിജയിച്ചു നിൽക്കുന്ന നമ്മുടെ സ്വന്തം അശ്വിനിക്ക് നല്ലൊരു കൈയടി. കഴിഞ്ഞ ഗെയിമിൽ തലനാരിഴയ്ക്ക് തോറ്റെങ്കിലും ഈ ഗെയിമിൽ ഈ നോക്കൌട്ട് ലെവലിൽ ഉറപ്പായിട്ട് ജയിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി മത്സരിക്കാൻ എന്റെ അൻസലക്കുട്ടി തയ്യാറായിട്ടിരിക്കുകയാണ്. നമ്മുടെ ഒപ്പം പ്രേമപൂജയിലെ ആദിയും പൂജയും ഉണ്ട്. അളിയ, എനിക്ക് ആദ്യം എടുത്തേ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഓ, ചോദിച്ചോടാ. സാധാരണ എല്ലാ വീട്ടിലും കണ്ടുവരുന്ന പോലെയാണ്. ആദ്യം എടുത്തേ, ഈ അച്ചമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, അതെന്താ കാര്യം? ആദിയുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയതാ. അതിനുശേഷം മുത്തശ്ശിയാണ് ആദിനെയും ചേച്ചിയായ ആത്മജീനെയും നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കളോട് ഭയങ്കര സ്നേഹമാണ്, ആദിനോട് കുറച്ചധികം സ്നേഹമാണ്. കാരണം ചേച്ചി കല്യാണം കഴിച്ച് പോയല്ലോ, പിന്നെ ആദി മാത്രമാണല്ലോ മുത്തശ്ശിയോടുള്ളത്. അതുകൊണ്ട് മുത്തശ്ശിക്ക് സ്നേഹമാണ്, ഭയങ്കര സ്നേഹം. ആദിക്ക് തിരിച്ച സ്നേഹമുണ്ട്, പിന്നെ ഭയങ്കര സ്നേഹമാണ്. നിങ്ങളുടെ ഈ ബന്ധമില്ലേ, ഇത് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? ആക്ച്വലി കല്യാണം നടക്കാൻ കാരണം തന്നെ മുത്തശ്ശിയും എന്റെ അമ്മയുമാണ്. അമ്മയും സപ്പോർട്ടാണ്. മായ. അമ്മയുടെ വാട്ട് ഈസ് യുവർ മദേഴ്സ് നെയിം? കുറേ സ്ഥലത്ത് പോയി ഞങ്ങൾ ഒളിച്ച് താമസിച്ചു ഈ ഒരു പ്രഗ്നൻസി അറിയിക്കാതിരിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ആദ്യം എന്നെ ഒരു വഴിയില്ലാത്ത സമയത്താണ് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശിയും അമ്മയും എല്ലാരും കൂടെ കൂടിച്ചേർന്ന് കല്യാണം കഴിപ്പിക്കാന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മുടെ കല്യാണം നടക്കുന്നത്. ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ടുണ്ട്. ഫുൾ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഭയങ്കര ഒരു സൈഡിൽ അവിഹിതവും മറ്റേ സൈഡിൽ അണ്ടർസ്റ്റാൻഡിംഗ്. സ്ട്രഗിൾ എല്ലാം എടുത്ത് അദ്ദേഹമാണ്. മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു വളരെ പ്രധാനപ്പെട്ട ലെവലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നോക്കൌട്ട് ആണ്. അതായത് തോറ്റു കഴിഞ്ഞാൽ പിന്നെ സിമ്പതി ഒന്നുമില്ല, അപ്പൊ തന്നെ നമ്മൾ ഗെറ്റ് ഔട്ട് ആണ്. അതായത് മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ പണിപാളി എന്ന റൗണ്ടിന്റെ പേര്. അപ്പൊ 20,000 രൂപയുടെ ഒരു TV നിങ്ങളെ കാത്തിരിക്കുന്നു. അങ്ങനെ ടോട്ടൽ 50,000 സമ്മാനങ്ങളായിരിക്കും ഈ ലെവൽ നിങ്ങൾ വിജയിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ലെവൽ 4ന്റെ ഗെയിം എന്താണെന്ന് നമുക്ക് നോക്കാം. ആലപ്പുഴ പട്ടണത്തിൽ എന്തോ ചളി വരുന്നുണ്ട്. ഒന്നുമില്ല, നോക്കൌട്ട് ലെവലിൽ നമ്മൾ ജയിക്കാൻ പോവുകയാണ്, അത്രേ ഉള്ളൂ. അത് പറയണം. ഈ ഗെയിമിന്റെ പേരെന്ന് പറഞ്ഞാൽ വാലോട്ടം എന്നാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു വാലില് ഒരു തേങ്ങ കെട്ടിട്ടിരിക്കുന്നുണ്ടല്ലോ. സിമ്പിൾ ആണ്. ഇവിടെ 2 ബോളുണ്ട്, ഓരോരുത്തർക്കും ഓരോ ബോളാണ്. ഓക്കെ, ഇപ്പൊ അശ്വിനിക്ക് ഈ ബോൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ബോൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നിങ്ങൾ ഇത് വെച്ചിട്ട് 60 സെക്കൻഡ് സമയമുണ്ട്. ഇത് വെച്ച് ഈ ബോൾ അടിച്ചടിച്ച് ഗോൾ ആക്കണം. ഇതാണ് നിങ്ങളുടെ ടാസ്ക്. പക്ഷേ എങ്ങാനും അത് ഗോൾ ആയില്ല എന്നുണ്ടെങ്കിൽ ഈ 60 സെക്കൻഡ് കഴിയുമ്പോൾ ആരുടെ ബോളാണ് ഈ ഗോൾ പോസ്റ്റിന്റെ ഏറ്റവും അടുത്തിരിക്കുന്നത് അവരെ ആയിരിക്കും നമ്മൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അൻസില ആൻഡ് അശ്വിനി. നോക്കൌട്ട് ആണ്. ഔട്ടായി കഴിഞ്ഞാൽ പുറത്തു പോകേണ്ടി വരും. ഓക്കെ, അതൊന്നും നമുക്കാണ് നഷ്ടപ്പെടാനുള്ളത്, ആ കുട്ടിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കളിക്കണം. അപ്പൊ അശ്വനിക്ക് നല്ലൊരു കൈയടിയോട്. കം ഓൺ എവരിബഡി. നമ്മുടെ കൊച്ച് അൻസില ജയിക്കാനുള്ളതാണ്. ഈ തോറ്റു നിൽക്കുന്നവരുടെ കൂടെ വേണം ജനം കൂടുതൽ നിൽക്കാൻ. അടിമക്കളെ കൈയടി. എല്ലാം ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോ ഈ ഫുട്ബോൾ മത്സരത്തിന്റെ 60 സെക്കൻഡുകൾ ഇവിടെ ആരംഭിക്കുന്നു. 3, 2, 1 ഗോ. അടിക്ക് കാല് വെച്ച് അടിക്കാൻ പറ്റത്തില്ല. പോയി കുഴപ്പമില്ല, സമയമുണ്ട്. അങ്ങനെ കൊണ്ടുപോയത്. വെരി ഗുഡ്. വാട്ട് എ വണ്ടർഫുൾ സ്ട്രാറ്റജി. പൊരുതി വന്നതാ തോക്ക. ഒരു കുഴപ്പമില്ല. ഒരു ബോളിൽ തീർന്ന് എല്ലാ തുമ്പോളി. ഒരു ബോളിൽ തീർന്ന്
ഈ മത്സരം തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത സമയത്ത് വിജയ് ഈ ബോളിൽ ചെറുതായിട്ട് നക്കി വെക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു. തുപ്പലിൽ സ്റ്റക്കായി പലതും പറയാലോ. ഞങ്ങളുടെ കൊച്ചു മാക്സിമം ട്രൈ ചെയ്തു, പക്ഷെ തുപ്പലിൽ സ്റ്റക്കായി പോയി. ഇത്രയും വലിയ ഗോൾ മെസ്സി അടിക്കണം മാത്രമേ കണ്ടുള്ളൂ. അതേ ഈ കൊച്ചാണ് എളുപ്പം ആണെങ്കിൽ മറ്റേ ആ വണ്ടി കിട്ടും. ഇല്ല, ഞങ്ങൾ അങ്ങനെ എളുപ്പം പോകണം. ഞങ്ങൾ പതുക്കെ പോകണമെന്നുള്ളൂ. മനസ്സിലായില്ലേ? ഒന്നുമില്ല, ഞങ്ങളുടെ പൊരുതി തോറ്റ ഞങ്ങളുടെ അശ്വിനിക്ക് ഒരു കൺസലേഷൻ പ്രൈസ് കൊടുത്തിട്ടേ ഇവിടെ നിന്ന് എനിക്ക് വിടാൻ അതൊക്കെ പറ്റത്തുള്ളൂ. ഓക്കെയാണ്. പക്ഷേ ഒന്നുമില്ലായ്മയിൽ നിന്നും പൊരുതി തിരിച്ചു കയറി വന്ന നമ്മുടെ ഈ പൊന്നുമോൾ കൊണ്ടല്ലോ ഇടിച്ചു കയറ്റി കൈയടി. അപ്പൊ നമ്മുടെ അശ്വിനിക്ക് പ്രോത്സാഹന സമ്മാനമായി ലഭിക്കുന്നു പാലക്കാടൻ നാച്ചുറൽ നെല്ലരി റൈസ്. അപ്പൊ നമ്മൾ ഇനി ലെവൽ 5ലേക്ക് പോവാണ്. ലെവൽ 5 നിങ്ങളെ കാത്തിരിക്കുന്നത് 25,000 രൂപ വിലയുള്ള AC. അങ്ങനെ ടോട്ടൽ 75,000 രൂപയുടെ സമ്മാനങ്ങൾ ഇനി ലഭിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ പുറകിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന കണ്ടസ്റ്റൻസിൽ ഒരാൾക്കാണ്. അത് ആരാണെന്ന് നമുക്ക് നോക്കാം. ആ സൈഡ് 3 പേരുണ്ട്, ഈ സൈഡ് 2 പേരുണ്ട്. നിങ്ങളുടെ കയ്യിൽ മൈക്ക് തരും. മൈക്ക് തരുന്ന സമയത്ത് 100-ൽ നിന്നും പുറകിലേക്ക് എണ്ണണം. 100, 99, 98. ഓക്കെ, അങ്ങനെ തെറ്റാതെ ഏറ്റവും സ്പീഡിൽ എണ്ണുന്ന ആരാണോ അവരായിരിക്കും സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 3, 2, 1 സ്റ്റാർട്ട്. 99, 98, 97, 96, 95, 94, 93, 92, 91, 80. 100, 99, 98, 97, 96, 95, 94, 93, 92, 91, 90, 89, 88, 87, 86, 85, 84. 100, 99, 98, 97, 96, 95, 94, 93. പോയടാ മോനെ. റാപ്പ് പാടുന്ന ചിമ്മൻ ചേട്ടാ പിടിച്ചോ. 99, 98, 97, 96, 95, 94, 93, 99, 90, 89, 88, 87, 86, 85, 84, 83, 82, 83, 80, 79, 78, 77, 76, അപ്പുറത്തെത്തോന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും അല്ല. ഇതാ പിടിച്ചോ. 100, 99, 98, 97, 96, 95, 94, 93, 92, 91, 90, 89, 88. അപ്പോ നിസ്സംശയം നമുക്ക് വിജയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ കാത്തിരുന്ന ആ 25 ഇഞ്ച് വിരിവുള്ള ആ നെഞ്ചിന്റെ ഉടമസ്ഥൻ എന്റെ ആലപ്പുഴയുടെ ജിമ്മൻ. അപ്പൊ നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് അഭിലാഷ് ചേട്ടനെ സ്വാഗതം ചെയ്യാം. എന്റെ അഭിലാഷ് ചേട്ടാ, വെൽക്കം. അവനെ നമുക്ക് പറപ്പിക്കണം. അപ്പോ നിങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനമായി ലഭിക്കുന്നത് 4 വിഷ് മാട്രസ് നൽകുന്ന പില്ലോയാണ്. നന്നായിട്ട് ഉണരാൻ 4 വിഷ് പില്ലോകൾ. ഒപ്പം തന്നെ പാലക്കാടൻ നാച്ചുറൽ നെല്ലരി റൈസുമുണ്ട്. അങ്ങനെ ഈ മത്സരം തുടങ്ങിയപ്പോൾ ഉള്ള 2 മത്സരാർത്ഥികളല്ല ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. അതെ, പാതിയിൽ കൊഴിഞ്ഞുപോയ ഒരുപാട് പേരുണ്ട്. ഇപ്പോ എന്റെ ടീമിൽ ജോയിൻ ചെയ്തിരിക്കുന്നു എന്റെ സ്വന്തം പേര് പറഞ്ഞേട്ടാ അഭിലാഷ്. ഈ റൗണ്ട് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 25,000 രൂപ വില മതിക്കുന്ന AC ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 75,000 രൂപയാണ് നിങ്ങൾക്ക് ഈ ലെവൽ സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പൊ ജിമ്മൻ ചേട്ടനുമായിട്ട് മത്സരിക്കാൻ എന്റെ ഈ പിഞ്ച് ഓമന ഇതാ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നേരത്തെ ബോൾ അടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എത്രത്തോളം പിഞ്ചാണ്. പക്ഷെ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചോണ്ട് വരാമോ? ഇത് എവിടുത്തെ ന്യായമാണ്, നീതിയാണ്? അതെ, അപ്പൊ എനിക്ക് എന്റെ ജിമ്മൻ ചേട്ടനൊന്ന് എണ്ണയൊക്കെ ഇട്ട് തടകി എടുക്കാൻ കുറച്ച് സമയം വേണം. അപ്പൊ KSFE ഹാർമണി ചിട്ടികളിൽ ഓടിപ്പോയി ചേരുക. ആദ്യം ചേരുന്ന 100 പേർക്ക് സിംഗപ്പൂരിൽ യാത്ര മെഗാ സമ്മാനമായി ലഭിക്കുന്നു. അപ്പോ നമ്മൾ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കാണികൾക്കുള്ള ഒരു ക്വസ്റ്റ്യനും അതിനോടൊപ്പം തന്നെ സമ്മാനവും തരുന്നുണ്ട്. സമ്മാനങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ജർമ്മൻ ഡിസൈൻ ഡെന്റോ ക്ലിനിക് ടൂത്ത് ബ്രഷും അതുപോലെ തന്നെ നന്ദികേശം ഹെർബൽ ഹെയർ ഓയിലുമാണ്. ആദിയുടെ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം ആദിയെയും ചേച്ചിയെയും വളർത്തിയത് ആരാണ്? ചേച്ചി മുത്തശ്ശിയാണ് രണ്ടുപേരെയും നോക്കിയത്. മുത്തശ്ശിയാണ്. അടുത്ത ചോദ്യം എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ചോദ്യമാണ്. ആദിയുടെ വീട്ടിലെ ജോലിക്കാരിയുടെ പേര് ചേച്ചി പറഞ്ഞ ഗോമതി. ഗോമതി. ഗോമതി കറക്റ്റ് ആൻസർ. നറുക്കെടുപ്പിലൂടെ ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് സമ്മാനം തരാൻ പോവാണ്. ആദ്യത്തെ ആൾ ആരാണെന്ന് നോക്കിയിട്ട് പറ. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിക്ക് ലഭിക്കുന്നത് 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. നന്നായിട്ട് ഉണരാൻ 4 വിഷ് മാട്രസ്. സുനില ബിജു. അയ്യോ, അമ്മയ്ക്ക് മോക്ക് തന്നെ കിട്ടി. മോക്ക് കറക്റ്റാ കിട്ടി.
വണ്ടർലയുടെ കപ്പിൾ എൻട്രി പാസ് ആണ് സുനില ബിജുവിന് പോയിട്ട് കിട്ടിയിരിക്കുന്നത്. വന്നിട്ട് സുഖമായിട്ട് തുടങ്ങാം. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ മൈജി അടിച്ചു കയറിയതിലെ 5th ലെവൽ മത്സരങ്ങൾ എന്താണെന്ന് നോക്കാം. ഇതുവരെ മലയാളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെയല്ല, ഈ ലോകത്ത് ഞാൻ ഇങ്ങനെ ഒരു ഗെയിം കണ്ടില്ല. സിമ്പിൾ ഗെയിമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവിടെ കുറച്ച് ഡപ്പികൾ അടുക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ, നിരത്തി വെച്ചിരിക്കുന്നുണ്ടല്ലേ. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലേറ്റ് എടുത്ത് താഴെ വെക്കുക. ആ ഡപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റാക്ക് ചെയ്യാം. Stack ചെയ്യാന്ന് പറഞ്ഞാൽ ഹൈറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓടി ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ബ്ലൈൻഡ് ഫോൾഡ് ഇട്ട് തരും. ഈ 3 ബോൾ ഉണ്ട്, നിങ്ങൾക്ക് 3 ചാൻസ് ഉണ്ട്. ആ 3 ചാൻസ് കൊണ്ട് നിങ്ങൾ അടുക്കി വെച്ച് നിങ്ങൾ എറിഞ്ഞ് താഴെ ഇടണം. അത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഏറ്റവും തരിപ്പണമായിട്ട് കിടക്കുന്ന ആ ഒരു ഏരിയ ആയിരിക്കും വിന്നർ ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അതായത് മനസ്സിലായോ? എല്ലാ ബോട്ടിൽസും ഉരുണ്ട് വീണ് കിടക്കുന്നു. ഓക്കെ, നമ്മളിത് ജയിച്ചാലേ ഒരു ചരിത്രമായിരിക്കും. മിസ്റ്റർ ആലപ്പുഴയെ വെട്ടി വീഴ്ത്തിയ മിസ് ആലപ്പുഴ. അതിന് നീ പഞ്ച് പിടിക്കണം, അല്ലാതെ ഈ പറഞ്ഞ പഞ്ഞി ബോൾ എറിഞ്ഞിട്ടൊന്നും ബുദ്ധിപരമായ ആലപ്പുഴ വീഴ്ത്തേണ്ടത്. കിട്ടാൻ പോകുന്നത് 25,000 രൂപ വിലയുള്ള AC ആണ്. ടോട്ടൽ പ്രൈസ് വാല്യൂ എന്ന് പറയുന്നത് 75,000. രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളുമായിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പോണ ആരാണെന്ന് നമുക്ക് നോക്കാം. റെഡി അല്ലേ? ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എത്ര പെട്ടെന്ന് അടുക്കാൻ പറ്റി അത്രയും സ്റ്റാക്ക് ചെയ്യുക, അതാണ് നല്ലത്. അടുക്കുന്നതിൽ ഉൾപ്പെടെ അതിന്റെ ഒരു ഐഡിയ ഉണ്ട്. അതെ 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 അതെ. ഒരു എന്നാണ് പക്ഷേ കിടിലം, അടിപൊളി. അഞ്ചലക്കുട്ടി, നമ്മളിന്ന് AC-യും ഫ്രിഡ്ജും കെറ്റിലും എല്ലാം കൊണ്ട് വീട്ടിൽ പോകുമെന്നാണ് തോന്നുന്നത്. ഈ മസിലിലെ ബുദ്ധിയെല്ലാം മേളിൽ കയറണേ. ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ബുദ്ധിയെല്ലാം മേളിൽ കയറ്. എടുത്ത് മണ്ടേ കഴിഞ്ഞ ഉടനെ ഓടിപ്പോകും. മൂന്ന് ബോളേ ഉള്ളൂ. അയ്യോ ഇല്ല, അല്ല കറക്റ്റ് അല്ല. അയ്യോ അല്ല, കുറച്ചുകൂടെ വലത്തോട്ട്, റൈറ്റ് വലത്തോട്ട്. അയ്യോ ചേടാ, എറിയടാ. ജസ്റ്റ് മിസ് മോനെ. എനിക്കില്ല, ഞാൻ ഉള്ളത് വെച്ചി. ഈ മസിൽ മുഴുവൻ ബുദ്ധിയായിരുന്നടാ. ഞങ്ങൾ യൂസ് ചെയ്യാതെ വെച്ചിരുന്നതാണ്. ഞാൻ പറഞ്ഞപ്പോ ഇങ്ങനെ ഉരുട്ടി പൊക്കിക്ക് വേളിക്കറ്റി. അങ്ങനെ 25,000 AC ഉൾപ്പെടെ 75,000 രൂപയുടെ സമ്മാനങ്ങളുമായി ഇനി മുമ്പോട്ട് പോകുന്ന ആരാണ്? അഭിലാഷ് മാസ്റ്റർ. എന്റെ അമ്മോ, എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി അമ്പും വില്ലും ഇപ്പൊ പവനായി ശവമായി നിൽക്കുന്നുണ്ടാ. പക്ഷെ നീ അടങ്ങ്. കാര്യം ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു ലെവലാണ്. ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി. ഈ റൗണ്ടിന് ഒരു പ്രശ്നമുണ്ട്. അഭിലാഷ് മാസ്റ്ററിന് വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ ക്വിറ്റ് ചെയ്ത് പോവാം. അതായത് ഇപ്പൊ ചേട്ടൻ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ ചേട്ടന് ഒന്നുകിൽ 20,000 രൂപയുടെ സമ്മാനം, അതല്ലെങ്കിൽ 5,000 രൂപയുടെ സമ്മാനം. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ചേട്ടന് കിട്ടുമായിരിക്കും. അത് ഭാഗ്യം പോലെ ഇരിക്കും. ലക്കി ഡ്രോയിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ചേട്ടന് 20,000 കിട്ടുകയാണെങ്കിൽ നമ്മുടെ കുട്ടിക്ക് 5,000 പോകും. ഇനി ചേട്ടൻ 5,000 കിട്ടിയാൽ കുട്ടിക്ക് 20,000 കിട്ടും. ഇനി അതല്ല, ചേട്ടൻ ക്വിറ്റ് ചെയ്യാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ മത്സരത്തിൽ വിജയിച്ച 1,05,000 രൂപയുടെ സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ ആ റൗണ്ട് തോറ്റുപോയാലും ചേട്ടന് 35,000 രൂപയുടെ സമ്മാനമായിട്ട് വീട്ടിൽ പോവാം. പക്ഷെ എങ്ങാനും എന്റെ അൻസല ജയിച്ചാലേ 1,05,000 രൂപ അൻസലക്ക് കിട്ടും. നമുക്കൊന്നും കിട്ടൂല. നമ്മള് ചാക്കരി അല്ലെങ്കിൽ തലവണയായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. ക്വിറ്റ് ചെയ്യുന്നില്ല. എന്റെ ജിമ്മൻ ചേട്ടൻ അഭിലാഷ് മാസ്റ്റർ മുമ്പിലോട്ട് പോവുകയാണെടാ. 1,05,000 രൂപയുടെ സമ്മാനമായിട്ട് വീട്ടിൽ പോവോ എന്ന് നമുക്ക് നോക്കാം. ഈ ലെവൽ കൂടെ മത്സരിച്ച് ജയിച്ചാൽ ചേട്ടൻ ലഭിക്കാൻ പോകുന്നത് 30,000 രൂപ വിലമതിക്കുന്ന ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. ഈ വണ്ടി നിറയെ സാധനങ്ങളുടെ ഒപ്പം അതും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ 6ാമത്തെ ലെവലിൽ അടിച്ചു കയറിവായിൽ എത്തിയിരിക്കുകയാണ്. 1,05,000 രൂപ വിലമതിക്കുന്ന സമ്മാനമായിരിക്കും ജയിക്കുന്ന ആൾക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് മത്സരം ഈസ്
അഭിലാഷ് മാസ്റ്റർ ഇവിടെ ഏതോ പ്രൊഡക്ഷനിലുള്ള ആളെ സോപ്പിട്ടാണെന്നൊന്നും മുട്ടയുടെ മത്സരം തന്നെ കിട്ടി correct ആയിട്ട്. ഇനി തോറ്റായി മുട്ടയെങ്കിലും പോക്കറ്റിട്ടോണ്ട് നമുക്ക് വീട്ടിൽ പോവാം, പ്രോട്ടീൻ അടിച്ച് കയറ്റാം. സിമ്പിൾ ആണ്. ഈ ട്രാക്ക് കണ്ടല്ലോ നിങ്ങള്, അവിടുത്തെ പരിപാടിയൊക്കെ കണ്ടല്ലോ. ഒരു സ്പൂൺ ഇരിപ്പുണ്ട് അവിടെ, ആ സ്പൂണ് കടിച്ചു പിടിക്കുക, ആ സ്പൂണിലൊരു മുട്ടയെ ബാലൻസ് ചെയ്യുക, ഇതിലൂടെ നടന്നു പോകണം. അവിടെ കൃത്യമായിട്ട് നമ്മൾ വെക്കണം, കൈ ഉപയോഗിക്കാൻ പാടില്ല. താഴെ ഇറങ്ങിയിട്ട് നമ്മൾ വെച്ചാൽ മതി. നിങ്ങൾക്ക് ലഭിക്കുന്നത് 60 സെക്കൻഡ് ആണ്. ശരി. അൻസില, your Ready? time starts now. Now. പതുക്കെ ധൃതി കാണിക്കരുത്, സിമ്പിൾ ആയിട്ട് പോവാൻ ധൃതി കാണിക്കരുത്. അങ്ങോട്ട് വീഴും ഇങ്ങോട്ട് വീഴും, അങ്ങോട്ട് വീഴാം കാണിക്കരുത്. ഇങ്ങോട്ട് വീഴാം. Correct, come on. Super. ധൃതി, Super. ഇനിയും ധൃതി Super. വേണ്ട, ഇനിയും Super. ധൃതി. Super. ചാടിയൊന്നും ചെയ്യരുത്, സമാധാനമായിട്ട് ചെയ്താൽ മതി. മതി. Come on, ചെയ്താൽ മതി. അൻസില. അൻസില അടിപൊളി. അൻസില Very good, very good, very good. അടിപൊളി. Come on. വീഴല്ലേ വീഴല്ലേ ഇനിയും വീഴല്ലേ. വരും. ഒന്നും കൂടെ. ഒന്നുകൂടെ. Come on, ഒന്നുകൂടെ. അൻസില. സ്റ്റോപ്പ്. സമയം കഴിഞ്ഞിരിക്കുകയാണ്. അയ്യോ, ഒരു മുട്ട കൂടെ വെച്ചിരുന്നെങ്കിൽ നല്ലൊരു കൈയടി കൊടുക്കണേ. Come on. അൻസില പക്ഷേ അടിപൊളിയായിരുന്നു. Superb അടിപൊളി, ആയിട്ട്, അടിപൊളി, superb. അടിപൊളി, അടിപൊളി. അടിപൊളിയായിട്ട് അത് Wonderful, പെർഫോം wonderful. ചെയ്തിട്ടുണ്ട്. ഇതായത് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നമ്മുടെ ആ ഒരു ട്രോഫി നഷ്ടപ്പെട്ടു അതെ, എന്നൊക്കെ പറയുന്നത് അതെ. കേട്ടോ. വെറും 5 It was second. superb. അങ്ങനെ 35,000 രൂപയാണോ 1,05,000 രൂപയാണോ എന്റെ അഭിലാഷേട്ടനെ കാത്തിരിക്കുന്ന അറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. എനിക്ക് ഒരേ ഒരു പേടിയേ ഉള്ളൂ, ഈ കമ്പി എങ്ങാനും വളഞ്ഞു പോകുന്ന ഒരു പേടി മാത്രമേ ഉള്ളൂ. അഭിലാഷ് ഏട്ടാ, all the very best. Okay, and your time starts now. Come on അഭിലാഷേട്ടാ. ഹമ്പടാ. Yes, കമ്പി ചെറുതായിട്ട് ആടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ജിങ്കി ചക്ക. അടിപൊളി. ആ ജങ്കി ചക്ക. Come on, അടിപൊളി അഭിലാഷേട്ടാ. അടി Simple പരിപാടിയാണ്. ഓ, അടിപൊളി. എന്റെ അമ്മോ. കോഴി ഇട്ട പോലെ ഉണ്ടല്ലോ ആ മുട്ട. വളരെ അയ്യോ, ചേട്ടാ, എല്ലാത്തിനെയും yes. സംരക്ഷിച്ചുകൊണ്ട് വളരെ സമചിത്തതയോടെ നീങ്ങുന്ന അഭിലാഷ് ഏട്ടനെയാണ് നിങ്ങൾക്ക് കാണാവുന്നത്. 30 എങ്ങാനും seconds ജയിച്ചാൽ സമയമുണ്ട്. 1,05,000 രൂപയുടെ ഓ, മുട്ടയിടയിലായിരിക്കും. അടിപൊളി. വെറും Super. 5, 4, 3, 2, 1. Stop. കഴിഞ്ഞു. സമയം ടൈം അപ്പ്, ടൈം അപ്പ്, ടൈം അപ്പ്, ടൈം അപ്പ്, ടൈം അപ്പ്. ഈ മത്സരത്തില് ജയിച്ചാൽ മാത്രമേ 1,05,000 രൂപയുടെ സമ്മാനം ലഭിക്കത്തുള്ളൂ. ഇപ്പൊ രണ്ടുപേരും ജയിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും അഭിലാഷ് മാസ്റ്റർ വീട്ടിൽ കൊണ്ടുപോവുകയാണ് ടിവിയും ഒരു വാഷിംഗ് മെഷീനും. അങ്ങനെ 35,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾ. ഇത്രയും നല്ല ഒരു മത്സരം കാഴ്ചവെച്ച അൻസിലയ്ക്ക് നമ്മുടെ നന്നായിട്ടുള്ള ആദി സമ്മാനിക്കുകയാണ്. നന്നായിട്ടുണരാൻ ഫോർവിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. ആലപ്പുഴ എത്തി നമ്മളെ ഇന്നലെയും ഇന്നുമായിട്ട് ഒരുപാട് നമ്മളെ സന്തോഷിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്ത ഒരു ചേച്ചിക്ക്, ഇവിടെ ഹാപ്പി മൊമെന്റ് ക്രിയേറ്റ് ചെയ്ത ചേച്ചിക്ക്. പക്ഷെ അത് ശരിയാണ് കേട്ടോ. അതെ. കാര്യം നിന്റെ കൂടെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു 1.5 പ്രതിഭയായിരിക്കും വേണ്ടത്. ആ ഒരു മിടുക്കിയെ ഞാൻ ഈ വേദിയിലേക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി വിളിക്കുകയാണ്. നമ്മുടെ സ്വന്തം ആലപ്പുഴയുടെ സ്വന്തം നിസാമോൾ, നമ്മുടെ പ്രിയപ്പെട്ട ആദി നൽകിയാണ് ഹാപ്പിയുടെ ഒരു കിടിലം ഗിഫ്റ്റ് ഹാമ്പർ ഫോർ നിസാമോൾ. ഇത്രയും നേരം ഈ 2 ദിവസവും ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും എന്റെ സങ്കടത്തിലും സന്തോഷത്തിലും പങ്കുചേർന്ന എന്റെ പൂജയ്ക്കും ഇവന്റെ എന്റെ ആദിക്കും ആദിക്കും ഒരുപാട് സന്തോഷം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ കൊണ്ടുവരൂ. പൂജ മോൾക്ക് ഞങ്ങൾ തരുന്നു മക്കിറ്റോസ് നൽകുന്ന കുഞ്ഞുടുപ്പുകൾ. കുറേയായി. ആൻഡ് ഓൾസോ പൂജയുടെ ബെറ്റർ ഹാഫ് ആയ ആദിക്ക് നൽകുകയാണ് കെന്നഡി ടെക്സ് വേൾഡ് കോഴഞ്ചേരി നൽകുന്ന മറ്റൊരു കിടിലം ഗിഫ്റ്റ് ഹാമ്പർ. വളരെ ടഫ് ആയിട്ടുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ മൈജി ഫ്യൂച്ചർ അടിച്ചു കയറുക എന്ന മത്സരത്തിൽ പങ്കെടുത്തതിനുള്ള സൂര്യ ടി വി നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആണ് ചേട്ടൻ ലഭിക്കുന്നത്. ഈ മത്സരം തുടങ്ങിയപ്പോ ഞങ്ങളുടെ ഒപ്പം ഇല്ലാതെ ഇടയിൽ നിന്നും വന്ന് കയറി
ഈ മത്സരത്തിന്റെ വിജയിയായി ഇവിടെ നിന്ന് പോകുന്നത് നമ്മുടെ സ്വന്തം അഭിലാഷ് മാസ്റ്റർ ആണ്. അതാണ് മൈജി ഫ്യൂച്ചർ അടിച്ചു കയറിവ. എന്തും ഏത് സമയവും സംഭവിക്കാം. ഭാഗ്യം ആരുടെ കൂടെ വേണോ ഏത് സമയവും ചാടിപ്പോ. ആ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഇനിയും ഒരുപാട് വേദികൾ കീഴടക്കാൻ നിങ്ങളുടെ കൂടെ കളിച്ചു ചിരിക്കാൻ നമ്മൾ വരുന്നതാണ്. സോ ദിസ് ഈസ് മൈജി ഫ്യൂച്ചർ അടിച്ചു കയറി വാ, co-branded by KSFE Harmony ചുട്ടികൾ. Special partner ISST, require a job, acquire a skill, and also Happy Peanut Butter. Yeah!